ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സെഹിയോൻ ശാലയിൽ പറന്നിറങ്ങിയ അതേ പരിശുദ്ധാത്മാവ് ദേ നമ്മുടെ മേലുണ്ട്. രണ്ട് കരങ്ങളും ഇങ്ങനെ യാചനാപൂർവ്വം തുറന്നു പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച് നമ്മൾ നിൽക്കുന്നത് ഇത് സെഹിയോൻ ശാലയിലാണ്. വിശ്വസിച്ചോണേ, ഇത് സെഹിയോൻ ശാലയാണ്. പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയ മണ്ണാണ്. സത്യമല്ലേ? വർഷങ്ങളോളം ഈ ആലയത്തിൽ പ്രാർത്ഥിച്ച് വലിയൊരു സെഹിയോൻ ശാലയുടെ അനുഭവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. രണ്ടാം പന്തക്കുസ്തായ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആദിമ ക്രൈസ്തവ ജനതയിൽ പറന്നിറങ്ങിയ അതേ പരിശുദ്ധാത്മാവ് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ കാറ്റായി പറന്നിറങ്ങിയത്, ഇതാ തീയായി പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലും പ്രവർത്തിക്കുകയാണ്. സെഹിയോൻ ശാലയിൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവ്. പ്രാർത്ഥിച്ചേ. സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോ ആമേൻ. ശിഷ്യരീണ നീ പകർന്നതുപോ ആത്മനബിയായൊഴുകണമേ, സംഭവിക്കണമേ. ആത്മസ്നാനം നൽകണമേ. ആഗ്രഹിച്ചൊന്ന് പാടാമോ ചേർന്ന്? സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോ ശിഷ്യരിൽ ശിഷ്യരീണ നീ പകർന്നതുപോ ആമേൻ ആത്മനദിയായൊഴുകണമേ, സംഭവിക്കട്ടെ. ആത്മസ്നാനം നൽകണമേ. ഓ ദൈവമേ, ഇതെന്റെ മേൽ സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷ ഒരുപക്ഷെ വളരെ അവിചാരിതമായിട്ട് പങ്കെടുക്കുന്ന വ്യക്തിയാവും. വെറുതെ യൂട്യൂബിൽ ഇങ്ങനെ കടന്നു പോയപ്പോൾ നീ ആദ്യമായിട്ടായിരിക്കും ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നതേ. കർത്താവ് നിന്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ ഇടപെടാൻ ആഗ്രഹിക്കുന്ന സഹോദര സഹോദരി, ഇവിടെ വളരെ അവിചാരിതമായിട്ട് ഇത് കാണാൻ വന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. വെറുതെ ഇതൊന്ന് കണ്ടേക്കാം, പോട്ട ആശ്രമമല്ലേ, ഇതൊന്ന് വെറുതെ കണ്ടേക്കാം എന്ന് കരുതി കയറിയിട്ടുള്ള വ്യക്തി ഉണ്ടാവും. നീ വിശ്വസിച്ചേ, ഇത് നീ വെറുതെ കാണാനുള്ളതല്ല, മറിച്ച് അനുഭവിക്കാനുള്ളതാണ്. ജീവിതത്തിന്റെ പല വിധത്തിലുള്ള അസ്വസ്ഥതയിലൂടെ, ഭാരത്തിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നിന്റെ ഭാരം, നിന്റെ അസ്വസ്ഥത, നിന്റെ ജീവിത സ്വപ്നങ്ങൾക്ക് കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. നീ ഒന്നിനെയും കുറിച്ചും ഭാരപ്പെടേണ്ട. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നീ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് നിന്നെ രൂപാന്തരീകരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷെ കർത്താവ് വെളിപ്പെടുത്തും. ഹബക്കൂക്കിന്റെ പ്രവചനം 1:5, ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു കാര്യം, ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഈ ദൈവജനത്തിൽ സംഭവിക്കപ്പെടട്ടെ. ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ ഓർക്കുക. ദൈവം ഇടപെടണമെന്ന് നിങ്ങളുടെ മനസ്സിലുള്ള നിയോഗങ്ങൾ ഓർക്കുക. ദൈവത്തിൻ്റെ ആത്മാവേ, ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് എന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. നിങ്ങളുടെ ജീവിത അവസ്ഥ എന്തു തന്നെയാണെങ്കിലും ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും വിശ്വസിക്കണം, കർത്താവേ ഇതെനിക്ക് വേണ്ടിയുള്ള വചനമാണ്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നിട്ട് ഉച്ചത്തിൽ പറഞ്ഞ് ഞാൻ വിലയുള്ളവനാണ്, ഞാൻ അമൂല്യനാണ്, ഞാൻ വിലയുള്ളവനാണ്, ഞാൻ അമൂല്യനാണ്, ഞാൻ ബഹുമാന്യനാണ്. ഹല്ലേലൂയാ. ഇതാരാ പറഞ്ഞേ? നാട്ടുകാര് പറയുവോ? വീട്ടുകാര് പറയുവോ? ആ വീട്ടുകാര് പറയും. എന്തു പറയും? രാവിലെ തൊട്ട് പറയും. എന്തു പറയും? നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, നീ ഇങ്ങനെ അങ്ങോട്ട് നടന്നോ, അല്ലേ, നീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോ. ഇച്ചിരി കട്ടി കൂട്ടി പറയത്തില്ലേ? ചുക്കിനും ചുണ്ണാമ്പിനും പോലും കൊള്ളിയല, നിന്നെയൊക്കെ എന്തിനു കൊള്ളാം, 10 പൈസയുടെ വിലയുണ്ടോ? നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ നമ്മളും പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർ നമ്മളോടും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു ഭാരം, ഞാൻ നേരത്തെ പറഞ്ഞ സഹോദരൻ്റെ ഉള്ളിൽ കടന്നു വന്ന ഭാരം, നിന്നെ എന്തിനു കൊള്ളാം, നിന്നെ എന്തിനു കൊള്ളാം, നിനക്കൊരു വിലയുണ്ടോ, നിനക്കൊരു അന്തസ്സുണ്ടോ, നിനക്കൊരു അഭിമാനം ഉണ്ടോ?
നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മുടെ തലയ്ക്കകത്ത് പിശാച് ഇങ്ങനെ സ്ക്രൂ ഇങ്ങനെ മുറുക്കാൻ തുടങ്ങും. അത് ശരിയാണല്ലോ, ഞാൻ എന്ത് നേടി? ഈ ഭൂമി ജീവിതത്തിൽ ഞാൻ എന്ത് നേടി? അല്ലേ, എന്നെ കൊണ്ട് എന്ത് ഗുണമുണ്ട്? അപ്പം നമ്മുടെ തലയ്ക്കകത്തേക്ക് പിശാച് ഇരുന്നോണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നിനക്ക് വിലയില്ല, നീ ജീവിതത്തിൽ പരാജിതനാണ്. ഹല്ലേലൂയാ. പിശാച് സാത്താൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിന്റെ ജീവിതത്തെ നശിപ്പിക്കരുത്. മറിച്ച് നിന്റെ സൃഷ്ടകർത്താവ് നിന്നോട് പറയുന്നു, നീ വിലയുള്ള വ്യക്തിയാണ്. യു ആർ വാല്യുബിൾ, യു ആർ പ്രഷ്യസ്, യു ആർ ഓണേഡ്, യു ആർ പ്രഷ്യസ്. നീ വിലയുള്ള വ്യക്തിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ ബഹുമാന്യനാണ്. നിന്റെ വില നിശ്ചയിക്കുന്ന നാട്ടുകാരും വീട്ടുകാരുമല്ല, നിന്റെ വില നിശ്ചയിക്കുന്നത് നിന്നെ സൃഷ്ടിച്ച ദൈവമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. സങ്കീർത്തനം 139 വചനം 14 ഒന്ന് വായിച്ചേ. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയനായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് നന്നായി അറിയാം. ഹല്ലേലൂയാ. വചനം പറയാണ്, എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയനായി സൃഷ്ടിച്ചു. കണ്ടോ, ദൈവം നിന്റെ സൃഷ്ടി കർത്താവിനെ നിന്നെ കുറിച്ച് പറയാണ്, നിന്നെ സാധാരണ പോലെയല്ലെന്ന്. യു ആർ യുണീക്ക്, യു ആർ പ്രഷ്യസ്, യു ആർ ഓണേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വചനം പറയുന്നത് നിന്നെ അത്രത്തോളം വിസ്മയത്തോടുകൂടെ സൃഷ്ടിച്ചിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ. സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 10. വിശുദ്ധ പൗലോസ്ലീഹ ഒരു ശക്തമായൊരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ വചനം പലർക്കും അറിയാം, പക്ഷെ അറിയാൻ പാടില്ലാത്തവർ ഈ വചനം പഠിക്കണം. പ്രത്യേകിച്ച് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ചിന്തിക്കുകയാണ്, എനിക്കൊരു വിലയുമില്ല, എൻ്റെ ജീവിതത്തിൽ എന്നെ ജീവിതം പരാജയമാണ്, വീട്ടുകാരെന്നെ ഉപേക്ഷിച്ചു, നാട്ടുകാർക്കൊരു വിലയുമില്ല, മൊത്തത്തിൽ ഞാൻ ആകപ്പാടൊരു പരിവക്കേടിലാണ് എന്ന് ചിന്തിക്കുന്നെങ്കിൽ നിന്നോട് നിന്റെ ദൈവമായ കർത്താവ് പറയുന്നൊരു വചനം ഇത് കേട്ടോളൂ. എഫേസോസ് 2:10 ഏതാണ് വചനം? നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. കണ്ടോ, ഒന്നും കൂടെ വചനം ഒന്ന് പഠിച്ച് പ്രാർത്ഥിച്ചാലോ. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഏറ്റു പറഞ്ഞോളൂ. നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനം എന്താ പറഞ്ഞത്? നാം ദൈവത്തിന്റെ കരവേലയാണ്. കൈകൾ കൊണ്ട് മെനഞ്ഞതാണ് നമ്മൾ ഓരോരുത്തരെയും. നാം ദൈവത്തിന്റെ കരവേലയാണ്. ആമേൻ. നീ ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നതിൻ്റെ അർത്ഥം എന്താ? നീ ഈ ഭൂമിയിൽ വിലയില്ലാത്തൊരു മനുഷ്യനായിട്ട് നട്ടം തിരിഞ്ഞ് നടക്കാനല്ല, മറിച്ച് നിനക്കൊരു വിലയുണ്ട്. നീ ഈ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ നിനക്കുണ്ട്. ആമേൻ, ആമേൻ. ഈ ഭൂമിയിൽ നീ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ നിനക്കുണ്ട്. അപ്പൊ ചിലരൊക്കെ ഇവിടുന്ന് ചിന്തിക്കും, ഇത്രയും പ്രായമായി, ഇനിയിപ്പോ എന്നാ ചെയ്തു തീർക്കാനാണ്, അല്ലേ? ഇനി എന്ത് ചെയ്തു തീർക്കാനാണ്? വചനം പറയുന്നത് നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നിന്റെ കുടുംബത്തോട്, നിന്റെ ജീവിത സാഹചര്യങ്ങളോട് ചേർന്ന് ചിന്തിച്ചോണം, കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം. നിന്റെ സഹനം കൊണ്ടാണ് നിന്റെ വീട് നിലനിൽക്കുന്നതെങ്കിൽ ആ കുടുംബം നിലനിൽക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നിന്റെ സഹനത്തിലൂടെ, നിന്റെ പ്രാർത്ഥനയിലൂടെ, നിന്റെ ഓരോ നിലപാടിലൂടെയും ഓരോ തലമുറ നിലനിൽക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓരോ വ്യക്തിയും ഇത് വിശ്വസിച്ചോണം. ഭർത്താവ് മദ്യപാനിയാണ്, ഒരു കുടുംബത്തിന്റെ സംഭവമാണ്. ഭർത്താവ് മുഴുക്കുടിയൻ, ഭാര്യ കണ്ണുനീരും പ്രാർത്ഥനയുമായിട്ട് ജീവിക്കുന്ന ഒരു സാധു സ്ത്രീ. 2 മക്കളുണ്ട്. ഈ മക്കളെ വളർത്തി വലുതാക്കാൻ അപ്പൻ ഒരു തരത്തിലും ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല. ഈ സ്ത്രീ, പാവപ്പെട്ട സ്ത്രീ, വീടിനടുത്തുള്ള മറ്റു വീടുകളിൽ പോയി ജോലി ചെയ്ത്, അടുക്കളപ്പണി ചെയ്ത്, അവരുടെ പറമ്പിൽ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് ഈ 2 മക്കളെ വളർത്തി വലുതാക്കി.
ഈ കഴിഞ്ഞിടയ്ക്ക് അവരുടെ മകളുടെ കല്യാണമായിരുന്നു. ഈ സ്ത്രീയുടെ പ്രിയപ്പെട്ട മകളുടെ കല്യാണം. മൂത്തത് ചെറുക്കനാണ്, അവൻ കല്യാണം കഴിച്ചു. അപ്പൊ ഈ ഇളയ മകള് ഈ മകളുടെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം ഈ സ്ത്രീയെ കണ്ടപ്പോൾ ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇത്രയും നാളും ഞാൻ കണ്ണുനീരൊഴുക്കിയത്, ഞാൻ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് ഈ ദിവസങ്ങളിലാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ ചോദിച്ചു, അത് എന്തിനു വേണ്ടിയായിരുന്നു? അച്ഛാ, ഞാൻ ഒത്തിരി സഹിച്ചു. അച്ഛൻ അറിയാലോ, ഇപ്പൊ ഈ സ്ത്രീയുടെ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ഭർത്താവിനോട് ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന സഹനങ്ങളൊക്കെ പല സമയങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ഒരു സപ്പോർട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, അച്ഛൻ അറിയാലോ, വളരെ കണ്ണുനീരോടുകൂടിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. വലിയ ഭാരത്തിലായിരുന്നു. കല്യാണമൊക്കെ നടത്താൻ വലിയ സാമ്പത്തിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അച്ഛാ, ഈ സഹനം, എൻ്റെ ഈ കണ്ണുനീര് അതൊരു നിയോഗമായിരുന്നു. എൻ്റെ മകൾക്ക് ഒരു നല്ല കുടുംബ ജീവിതം ലഭിക്കുന്നതിന് ഞാൻ സഹിച്ചെന്നേ ഉള്ളൂ. ഈ സഹനത്തിനൊരു അർത്ഥമുണ്ട്. ഹല്ലേലൂയ. എന്തു മനസ്സിലായി? ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓരോ വ്യക്തിയും ചിന്തിച്ചോണം. എന്ത്? നീ നിന്റെ കുടുംബത്തിൽ ഞെരുങ്ങുകയും സഹിക്കുകയും സങ്കടത്തിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്യുമ്പോൾ ആ സഹനം അത് അടുത്ത തലമുറയ്ക്ക് ഒരു അനുഗ്രഹമാണ്. അതൊരു സൽപ്രവൃത്തിയാണ്. നിന്നിലൂടെ ചെയ്ത് തീർക്കപ്പെടേണ്ട ചില സൽപ്രവർത്തികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ ഏറ്റെടുത്തോണം. നമ്മൾ ഏറ്റെടുക്കണം. ഓരോ വ്യക്തിയും ഇത് വിശ്വസിക്കണം. വലതുകര ഉയർത്തി പറഞ്ഞ്, ഞാൻ ദൈവത്തിന്റെ കരവേലയാണ്, ഞാൻ ദൈവത്തിന്റെ കരവേലയാണ്, ഞാൻ ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ പലപ്പോഴും വില നിശ്ചയിക്കുന്നത് നമ്മൾ എന്ത് നേടി എന്നതിനെ ആശ്രയിച്ചാണ്. അല്ലേ? നമ്മൾ എന്ത് നേടി, ലോകത്തിൽ നമ്മൾ എന്തെല്ലാം നേടി, അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മുടെ വില നമ്മൾ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ഒരാൾ പഠിച്ച് ഡോക്ടറായി, അപ്പം അന്ന് മുതൽ അയാൾ ഡോക്ടറെ എന്ന് വിളിക്കാൻ തുടങ്ങും. അല്ലേ? പഠിച്ച് ഒരാൾ ടീച്ചറായി, ഒരു പ്രൊഫസറായി, അല്ലെങ്കിൽ ഒരാൾ ജോലി ചെയ്ത് അയാളൊരു ബിസിനസ് ഉണ്ടാക്കി, അദ്ദേഹത്തെ സാറേ എന്ന് വിളിക്കാൻ തുടങ്ങുന്നു, ടീച്ചറെ എന്ന് വിളിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങി ഓരോരോ കാര്യങ്ങൾ. നിങ്ങൾ അധ്വാനിച്ച് ഒരു വീടുണ്ടാക്കി, അപ്പം ആ വീട് നിങ്ങളുടെയാണ്. നിങ്ങൾ അധ്വാനിച്ച് സ്ഥലം ഉണ്ടാക്കി, നിങ്ങൾ അധ്വാനിച്ച് പലതും നേടി. നമ്മുടെ നേട്ടങ്ങളെല്ലാം ഈ ലോകത്തോട് ബന്ധപ്പെട്ടാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ വില പലപ്പോഴും നിശ്ചയിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഈ മണ്ണിൽ അവശേഷിച്ചു പോകാവുന്ന നേട്ടങ്ങളോട് ബന്ധപ്പെടുത്തിയാണ്. അത് തെറ്റായ വില നിശ്ചയിക്കലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും കൊറോണ വന്നപ്പോൾ, പ്രളയം വന്നപ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ നിസ്സഹായ അവസ്ഥ ബോധ്യപ്പെടുത്തി തന്നില്ലേ? ഇത്രയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ? ഇത്രയേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും, ഏക മകൻ അമേരിക്കയിലാണ്. അപ്പനും അമ്മയും മരിച്ചിട്ട് ആ വീട്ടിൽ കിടക്കുന്നു. 30 ദിവസം കഴിഞ്ഞിട്ടാണ് നാട്ടുകാരറിയുന്നത്. ചീഞ്ഞ മണം വന്നതിന് ശേഷമാണ് നാട്ടുകാരറിയുന്നത്. ആദ്യം കുടുംബത്തിലെ അപ്പം മരിക്കുന്നു. അതിനുശേഷം കഴിഞ്ഞിട്ട് 20 ദിവസം കഴിഞ്ഞിട്ട് അമ്മ മരിക്കുന്നു. മകനുണ്ട് വിദേശത്ത്, 50 ലക്ഷം രൂപയുടെ പാക്കേജിൽ ആ മകൻ അവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം പോലീസുകാർ വന്നിട്ടാണ് ആ ഡെഡ് ബോഡിയൊക്കെ എടുക്കുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിരുന്നു. ഒത്തിരി കുറിപ്പുകളൊക്കെ ഇറങ്ങിയിരുന്നു. മാതാപിതാക്കളോട് അനേകം സോഷ്യൽ മീഡിയക്കാരൊക്കെ പറയുന്നു, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സമ്പാദിക്കുന്നത്? നിങ്ങളുടെ മകന് വേണ്ടിയോ മകൾക്ക് വേണ്ടിയോ? ആദ്യം നിങ്ങൾ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ വില എന്താണ്? നമ്മുടെ വില എന്താണ്? അപ്പൻ മരിച്ചിട്ട് 50 ദിവസം കഴിഞ്ഞു, അമ്മ മരിച്ചിട്ട് 30 ദിവസം കഴിഞ്ഞെന്ന്. എന്നിട്ട് മകൻ അറിഞ്ഞിട്ടില്ല. നാട്ടുകാർ പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത്. അപ്പോൾ എത്രത്തോളം മാതാപിതാക്കളോട് ഈ മകന് കോണ്ടാക്ട് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ കാണുന്ന ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വില പലപ്പോഴും നമ്മൾ നിശ്ചയിക്കുന്നത് നമ്മൾ നേടിയെടുത്ത കാര്യങ്ങളോട് ബന്ധപ്പെട്ടാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് കയ്യിൽ നിന്ന് പോകുമ്പോൾ നീ സങ്കടപ്പെടരുത്, നീ ഭാരപ്പെടരുത്. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ചിലരുടെ അഭിമാനമായിരിക്കും, അല്ലേ? എൻ്റെ ഇടവകയിൽ, എൻ്റെ ദേശത്ത് എനിക്കൊരു പേര്,
ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയൊരു പേര്, എൻ്റെ കുടുംബത്തിൻ്റെ ഒരു പേര്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പേര്, പല വിധത്തിലുള്ള പേരുകളുണ്ടാവും. ഞാൻ ഇന്നും ഓർക്കുന്നൊരു സംഭവം, ഞാൻ ഈ പോട്ടാശ്രമത്തിൽ വന്നിട്ട് ഇപ്പോൾ 3 വർഷത്തോളമാകുന്നു. ഞാൻ വന്നത് ഡൽഹി ധ്യാന മന്ദിരത്തിലാണ്. ഏകദേശം 8 വർഷത്തോളം ഡൽഹി ധ്യാന മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്തു. ഞാൻ ആ ധ്യാന മന്ദിരത്തിൽ നിന്ന് ട്രാൻസ്ഫർ കിട്ടി ഇറങ്ങിപ്പോരുന്ന ദിവസം, അതായത് 8 വർഷത്തോളം ഒരു ധ്യാന മന്ദിരത്തിൽ ജീവിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ ധ്യാന മന്ദിരത്തോടും ചുറ്റുവട്ടത്തോടും നമുക്ക് വല്ലാതെ ഒരു ബന്ധം, അവിടെയുള്ളവർക്ക് നമ്മളോട് ബന്ധം, അല്ലേ? അപ്പം ഞാൻ പോരുന്ന ദിവസം ഉച്ചയ്ക്ക് ഒരു 12 മണി സമയത്താണ് ഞാൻ ധ്യാന മന്ദിരത്തിൽ നിന്ന് പുറത്തേക്ക്, എൻ്റെ കൂടെ കുറച്ച് അച്ഛന്മാരുണ്ട്, ആക്കാനൊക്കെ പുറത്തോട്ട് വരും, എന്നെ കൊണ്ട് ആക്കാനായിട്ട് എയർപോർട്ടിലോട്ട് കൊണ്ടുവിടാൻ പോവുകയാണ്. അപ്പം ഞാൻ രാവിലെ മുതൽ നമ്മുടെ ധ്യാന മന്ദിരത്തിലെ കുറേ ശുശ്രൂഷകരുണ്ട്. അതിലൊരു ശുശ്രൂഷകൻ ഭയങ്കര കരച്ചിൽ. കാരണം എൻ്റെ കൂടെ നടന്നിട്ട് പറയും, അച്ഛാ, അച്ഛനില്ലെങ്കിൽ ഈ ധ്യാന കേന്ദ്രം എന്തായിത്തീരും? അച്ഛാ, അച്ഛനില്ലെങ്കിൽ നീ എന്തായിത്തീരും? ഞാനിത് കേട്ടിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ, ദൈവമേ, ഇനി ഞാനില്ലെങ്കിൽ ഇത് എന്തായിത്തീരും എന്ന് ഞാനും ചിന്തിക്കുന്നു. നിങ്ങൾക്ക് ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? 8 വർഷത്തോളം ജീവിച്ചൊരു സ്ഥലം. അപ്പോൾ ഈ ഇദ്ദേഹം അവിടെ ഉണ്ട്, എന്നെ പാക്കിങ്ങിനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇങ്ങനെ വിഷമിച്ചോണ്ട് മൂക്കൊക്കെ ചുറ്റിക്കൊണ്ട് പറയും, അച്ഛാ, അച്ഛനില്ലെങ്കിൽ നീ എങ്ങനെ ഈ ധ്യാന കേന്ദ്രം നടക്കും? അപ്പം ഞാൻ ചിന്തിക്കുന്ന എന്താ, ദൈവമേ, ഇനി ഞാനില്ലെങ്കിൽ ഈ ധ്യാന കേന്ദ്രം എങ്ങനെ നടക്കും? എൻ്റെ തലയിലെ ചിന്ത പൊട്ട ചിന്തയാണ്. അവ പോരുന്ന സമയമായി. അപ്പോൾ എനിക്ക് ശേഷം വരുന്ന ചാർജ് എടുക്കുന്ന അച്ഛനും അവിടെയുണ്ട്. 2 ദിവസമായിട്ട് അച്ഛൻ അവിടെ രംഗത്തുണ്ട്. അപ്പോൾ ഞാൻ കണ്ട രസകരമായൊരു കാഴ്ച നിങ്ങളോട് പറയാം. അതായത് പോരുന്ന സമയത്ത് പെട്ടിയൊക്കെ എടുത്ത് കാറിലോട്ട് വെക്കുന്നു. ഞാൻ ടാറ്റ ബൈ ബൈ പറയാനൊക്കെ എല്ലാവരോടും ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നു. ധ്യാന മന്ദിരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ കണ്ടൊരു മനോഹരമായൊരു കാഴ്ച എന്താണെന്നറിയോ? എൻ്റെ കൂടെ അത്രയും നേരം രാവിലെ തൊട്ട് കരഞ്ഞ് വിഷമിച്ച് ഭാരപ്പെട്ട് നിന്ന ചേട്ടൻ എന്നോട് എന്താ പറഞ്ഞത്? ഇനി അച്ഛനില്ലെങ്കിൽ ഈ ധ്യാന കേന്ദ്രം എന്താവും? അപ്പം ഞാൻ കണ്ട ഒരു കാഴ്ച എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കാഴ്ച എന്താണെന്നറിയോ? പുതിയതായിട്ട് ചാർജ് എടുക്കുന്ന അച്ഛൻ്റെ കൂടെ ഇദ്ദേഹം നിൽക്കുന്നു. അത് സന്തോഷമുള്ള കാര്യം. ഞാൻ കേട്ട കാര്യമാണ് എന്നെ ഞെട്ടിച്ചത്. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ കണ്ടില്ല എന്ന് കരുതി ഈ ശുശ്രൂഷകൻ ആ അച്ഛനോട് പറയുകയാണ്, അച്ഛാ, എൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് അച്ഛൻ ഈ ധ്യാന മന്ദിരത്തിലോട്ട് വന്നത്. കാരണം എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? ഇനി വേണം അച്ഛാ ഒരു ധ്യാന കേന്ദ്രമായിട്ട് ഇതിനെ മാറ്റാൻ. മനസ്സിലായോ? ഞാൻ ഇങ്ങനെ നോക്കി. അദ്ദേഹം കണ്ടിട്ടില്ലായിരിക്കും. എൻ്റെ ദൈവമേ, കൊച്ചുവെളുപ്പാൻ കാലത്ത് വന്ന് എൻ്റെ പെട്ടിയൊക്കെ കെട്ടി ഒരുക്കിക്കൊണ്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഇനി അച്ഛൻ പോയാൽ ഈ ധ്യാന കേന്ദ്രം എന്താകും എന്ന് പറഞ്ഞ് വിഷമിച്ച് വെറുതെ നിന്ന് എൻ്റെ നെഞ്ചിൽ ഭാരം കയറ്റി വെച്ച് നിന്ന് ഞാൻ പോകാൻ നേരത്ത് പുതിയതായിട്ട് വന്ന അച്ഛൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ കണ്ടില്ല എന്ന് കരുതിക്കൊണ്ടാവാം അദ്ദേഹം ആ അച്ഛൻ്റെ അടുക്കെ നിന്നുകൊണ്ട് ഇങ്ങനെ കൈകൂപ്പി പറയുവാണ്, അച്ഛാ, അച്ഛൻ വന്നത് നന്നായി. ഈ ധ്യാന കേന്ദ്രം ദൈവമേ ഇനി അച്ഛൻ്റെ ലൂടെയാണ് ഉയർത്തേണ്ടത്. അച്ഛാ, ഇത്രയും നാളും എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? ഇനി വേണം ഇതിനെ ഒരു ധ്യാന കേന്ദ്രമാക്കി മാറ്റാൻ. ഇനി വേണം ഒരു ധ്യാന കേന്ദ്രമാക്കി മാറ്റാൻ. അച്ഛാ, ഞങ്ങളുടെ കണ്ണുനീരിൽ നിറഞ്ഞ പ്രാർത്ഥനയുടെ ഉത്തരമാണ് അച്ഛൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നത്. ചേട്ടനത് വിഷമം മനസ്സിലാവുമോ? 8 വർഷേ ഒരു സ്ഥാപനത്തിൽ നിന്ന് ശുശ്രൂഷ ചെയ്തിട്ട് പോരാൻ നേരത്ത് കേട്ട ഡയലോഗാണ്. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. എന്തു മനസ്സിലായി? ഈ പേരിലും പ്രശസ്തിയിലൊന്നും ഒരു കാര്യമില്ലെന്ന്. നമ്മളൊരു സ്ഥാപനത്തിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ പലരും വന്നിട്ട് പലതും പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും, അത് കൊള്ളാലോ, ഞാനില്ലെങ്കിൽ ശരിയാകത്തില്ലല്ലോ. വെറുതെ ദൈവം തരാതെ നമുക്ക് വല്ലതും ഉണ്ടോ? ദൈവം തരാതെ വല്ലതും ഉണ്ടോ? സെക്കൻഡുകൾക്കുള്ളിൽ നാട്ടുകാർ സെന്റൻസ് മാറ്റും. നിങ്ങൾ നോക്കിക്കോ. നിങ്ങളുടെ പള്ളിപ്പെരുന്നാളിന്റെ സീസൺ അല്ലേ? നിങ്ങൾ പള്ളിപ്പെരുന്നാൾ നടത്തുന്നു. നിങ്ങൾ പള്ളിപ്പെരുന്നാൾ നടത്തുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ചുറ്റുവട്ടത്തുള്ളവരോ അയൽവാസികളൊക്കെ പറയും, കൊള്ളാം, സൂപ്പർ പെരുന്നാള്, ഇതുപോലത്തെ ഒരു പെരുന്നാൾ നടത്തിയിട്ടില്ല എന്നിങ്ങനെ പറയും. ഇതേ ആളുകൾ വീട്ടിൽ ചെല്ലുമ്പോൾ പറയും, അവൻ്റെയൊക്കെ നടപ്പ് കണ്ടില്ലേ, അവൻ്റെയൊക്കെ ആർഭാടം കണ്ടില്ലേ, അവനൊക്കെ വല്ല ആവശ്യമുണ്ടോ? പണത്തിൻ്റെ കൊഴുപ്പാണ് കാണിക്കുന്നത്. മകൻ വിദേശത്ത് പോയപ്പോൾ ഇച്ചിരി പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ പള്ളിപ്പെരുന്നാൾ നടത്തുന്നു അല്ലേ? ഇനി പള്ളിപ്പെരുന്നാളൊന്നും നടത്തണ്ടെന്ന്. നിങ്ങളൊരു വീട് വെച്ചോളൂ. നിങ്ങളുടെ അയൽവാസികൾ എന്ത് നിങ്ങളെക്കുറിച്ച് പറയും?
കൊള്ളാം, വെരി ഗുഡ് അല്ലേ? നിങ്ങൾ ഒന്നും വേണ്ടെന്ന്, നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ഭക്ഷണം കഴിക്കൂ, എന്നിട്ട് ആ ചിത്രം എടുത്ത് ഫേസ്ബുക്കിലിട്, താഴ്ത്തു വരും കൺഗ്രാജുലേഷൻ, സൂപ്പർ, എക്സലന്റ്. എന്നിട്ട് ഈ എഴുതുന്നവന്റെ ഉള്ളിൽ എന്തായിരിക്കും? നാണം കെട്ടവൻ, എവിടെയോ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഫോട്ടോ ഇട്ടിരിക്കുന്നു, വിവരമില്ലാത്തവൻ, ഇവന്റെയൊക്കെ ഈ പിച്ചത്തരം കാണിക്കാനാണോ ഈ ഫേസ്ബുക്ക് എന്ന് അവന്റെ ഉള്ളിൽ പറയും. പക്ഷേ അവൻ നിന്റെ മുഖത്ത് വന്നിട്ട് എന്ത് പറയും? കൊള്ളാം, സൂപ്പറായിരിക്കുന്നു. വിശ്വസിച്ചേക്കല്ലേ, ഒറ്റെണ്ണത്തിനും വിശ്വസിച്ചേക്കരുത് ഈ വിഷയത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിങ്ങൾ പഠിച്ചാൽ ജീവിതം രക്ഷപ്പെടും. നാട്ടുകാര് തരുന്ന സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടതെന്ന്, നിന്നെക്കുറിച്ച് നിന്റെ ദൈവം ഒരു സർട്ടിഫിക്കറ്റ് തരും. നിന്നെക്കുറിച്ച് നിന്നെ സൃഷ്ടിച്ചതൊരു ദൈവം ഒരു സർട്ടിഫിക്കറ്റ് തരും. അതാണ് യഥാർത്ഥത്തിലുള്ള സർട്ടിഫിക്കറ്റ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ആരാധന, യേശുവേ ചേർന്ന് ആരാധന, 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 ആരാധന. കരങ്ങൾ ഉയർത്തുന്ന സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഓ ദൈവമേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധന കർത്താവേ, മഹത്വം കർത്താവേ, അങ്ങ് ചൊരിയുന്ന അഭിഷേകത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ആരാധന, ആരാധന, ആരാധന. മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ഈശോയെ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ൂഹായേ നീ കാറ്റായി വാ